തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അവള് പറഞ്ഞ നീ കേട്ടില്ലേ മിഥുൻ? പവിത്രമായ വിവാഹബന്ധം പോലും നേട്ടത്തിനു വേണ്ടി അവൾ ഉപയോഗിക്കുന്നത്. ഈ മോഹമൊക്കെ അവളുടെ മനസ്സിലിരിക്കുള്ളൂ. അങ്ങളെ കല്യാണം കഴിഞ്ഞ അവളെ ഞാൻ നേർവഴിക്ക് നടത്തിക്കോളാന്നേ. അതെ, ദിൽവാലെ ദുൽഹനിയെ ലേ ജായെങ്കേ. അങ്ങനെയാണെങ്കിൽ MLA ആയിട്ട് മതി നിന്റെ കല്യാണം എന്നുള്ള പിടിവാശങ്ങ് മാറ്റിവെക്ക്. നമുക്ക് ഉടനെ ഇതങ്ങ് നടത്താം. വിവാഹത്തിന് ധൃതി വെക്കല്ലേ അങ്കിൾ. കുറച്ചു കാലം കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണമെന്ന് ചൈത്രയും പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മമ്മി അങ്കിളിനൊന്ന് ആശ്വസിപ്പിക്കുക. ശരി ബേട്ടാ. ഭയ്യ, ഏക് രാത് കെ ബാദ് ഏക് ദിൻ വരും. അപ്പോ ഏട്ടന്റെ മുഷ്കിലൊക്കെ മാറും. അച്ഛാ ദിൻ വരും. എന്റെ ഉപദേശം വേണ്ടേ അങ്ങോട്ട് ചെല്ല്. വെറുതെ അല്ല മക്കൾക്ക് ഇത്ര ദുഷ്മനി. നന്മ നിറഞ്ഞ പൊളിറ്റീഷ്യനും ഹൃദയാലുവായ അനന്തരവനുമായുള്ള മിഥുനേട്ടന്റെ ആക്ടിംഗ് പൊളിക്കുന്നുണ്ട്. പക്ഷെ ഡാഡിയുമായിട്ടുള്ള മിഥുനേട്ടന്റെ അടുപ്പം വെച്ച് എത്രയും വേഗം പാർട്ടീഷൻ നടത്താനാ ശ്രമിക്കേണ്ടത്. എങ്കിലേ നമ്മുടെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ് ചൈത്രേ. അങ്കിളിന് എന്നിലുള്ള വിശ്വാസം വെച്ച് പാർട്ടീഷന് മുമ്പ് ആര്യനെ അങ്കിളിന് മുന്നിൽ ശരിക്കും നാണം കെടുത്തണം. അവനെ ഒട്ടും വിലയില്ലാത്ത വെറും ഓട്ടക്കാലനെയാക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്കിളിന്റെ പ്രധാന ബിസിനസ്സുകളൊക്കെ നിന്റെ പേരിലേക്ക് വരൂ. നീ SP ഗ്രൂപ്പിന്റെ അനന്തരാവകാശി ആവുമ്പോഴേക്കും ഞാൻ MLA ആവും. അത് കഴിഞ്ഞ് നമ്മുടെ വിവാഹം. അതെല്ലാം ഓക്കെ. പക്ഷേ മിഥുനേട്ടന്റെ ഫാൻസ് എന്നും പറഞ്ഞു ഏത് നേരവും കുറെ സുന്ദരിമാരുണ്ടല്ലോ ചുറ്റും. അവരിൽ ചിലർക്കേ കുറച്ച് ഇത്തിരി ഇളക്കം കൂടുതലാ. അതെനിക്ക് തീരെ സഹിക്കുന്നില്ല. എന്റെ ഫാൻസിൽ സുന്ദരന്മാരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതേ എന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വളർത്താൻ വേണ്ടി മാത്രമാണ്. നീ പറഞ്ഞ ഈ സുന്ദരിമാരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ എനിക്കറിയാം. നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തണം. ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഈ ചൈത്രയുടെ മറ്റൊരു മുഖം അവിടെ എല്ലാവരും കാണും. ഞാനന്ന് വെറുതെ പേടിപ്പിച്ചതല്ലേ. ജസ്റ്റ് കിഡിങ്. അയ്യോ കുട്ടി അനങ്ങല്ലേ. കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുക്കും. ശരീരം ഇളക്കരുത്, അടങ്ങിക്കിടക്കൂ പ്ലീസ്. മായ കോൺഷ്യസ് ആയോ? ഓവ്, പക്ഷെ സൗണ്ട് പുറത്തു വരുന്നില്ല. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടി അനങ്ങല്ലേ. ഇങ്ങനെ ഉണ്ടായ സെഡേഷൻ കൊടുക്കാനാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ വേഗം മെഡിസിൻ എടുക്കാം.